ഇവിടെ ഒരാളുണ്ട്, കാണൂല. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം കണ്ടാലോ? നമ്മൾ അമ്പലത്തിലോട്ടൊക്കെ പോകുമ്പോൾ എന്നത്തെ പോലെ തന്നെ ഈ ഒരു ഐസ്ക്രീം എന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ അമ്പലത്തിന്റെ വക കിട്ടുന്ന നല്ല അടിപൊളി കപ്പയും ചായയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇല്ല, ഞാൻ ഇനി എടുക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കത്തിയെല്ലാം വിട്ട് അതൊക്കെ കഴിച്ച് നമ്മൾ നേരെ അമ്പലപ്പറമ്പിലൂടെയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിലേക്ക് പോയപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ വകയായിട്ട് കുറച്ച് വത്തക്കവെള്ളമൊക്കെ തരിക. അപ്പോൾ നമ്മളെല്ലാം കൂടി കുറച്ച് വത്തക്കവെള്ളമൊക്കെ വാങ്ങി അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഉത്സവം അങ്ങനെ കണ്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് എന്നത്തെ എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള അമ്പലച്ചന്തയിലോട്ടേക്കാണ്. ഇവിടെ കാണുന്ന ഓരോ ഐറ്റംസും ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. കുറച്ചധികം നേരം തന്നെ നൊസ്റ്റാൾജി പൂണ്ട് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ടായിരുന്നേ, അവരെ വെയിറ്റ് ചെയ്തിട്ട് റോഡ് സൈഡിലുള്ള ഒരു ഓട്ടോയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ഹായ് ഗൈസ്, ഞങ്ങളിവിടെ ഓട്ടോയിൽ ക്ഷീണം പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരാളുണ്ട്, കാണൂല. എന്ന് പല്ലി കാണിച്ചു കൊടുക്ക്. ഇവിടെ ഒരാളുണ്ട്, ടോർച്ച് അടിച്ചു കൊടുക്ക്. ഇവിടെ ഒരു മനുഷ്യ സ്ത്രീ ഉണ്ട്. യു ക്യാൻ സീ ദിസ് ഈസ് അദ്രിജ കൃഷ്ണ. എവിടെ അദ്രിജന്റെ കൈയും കിരുങ്ങാൻ കൊടുക്കും. ബാബു ബാബു ഇടൂ. സർ ഹായ് പറ. ഇവരെയും വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുറത്ത് ഓട്ടോറിക്ഷൻ്റെ അടുത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരെ കിട്ടിയതിനു ശേഷം നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി അങ്ങ് ആർമതിക്കായിരുന്നേ. ഇപ്പോഴത്തേക്കും പൂവടിൻ്റെ സമയമായിട്ടുണ്ട്. നമുക്ക് ഓടിപ്പോയി പൂവടി കണ്ടാലോ? പൂവടി ഒരു രക്ഷ ഉണ്ടായില്ല, അടിപൊളി പൊട്ടാണ്. അങ്ങനെ നമ്മൾ പൊട്ടും കണ്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് നാടകം കാണാൻ വേണ്ടിയിട്ടാണ്. പുലർച്ചെ ഒരു 3-4 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ പൂവടി നാടകമൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ